ഒരു അഭിപ്രായം പറഞ്ഞാൽ സംഖ്യയാകുമോ? കേരളത്തിലെ സോഷ്യൽ മീഡിയ രാഷ്ട്രീയത്തിന്റെ പുതിയ മുഖം. ഒരു കാലത്ത് രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് ചായക്കടകളിലും ബസ് സ്റ്റാൻഡുകളിലും കോളേജ് ക്യാമ്പസുകളിലുമായിരുന്നു. ആളുകൾ പരസ്പരം വാദിച്ചു, എതിർത്തു, സമ്മതിച്ചു. പിന്നെ ഓരോരുത്തരും സ്വന്തം ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ ഇന്ന് സാഹചര്യം പൂർണ്ണമായും മാറിയിരിക്കുന്നു. രാഷ്ട്രീയം ഇപ്പോൾ ഒരു മൊബൈൽ സ്ക്രീനിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു യൂട്യൂബ് വീഡിയോ, ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീൽസ്, അല്ലെങ്കിൽ എക്സിലെ ഒരു ടിറ്റ്, അത്രമാത്രം മതി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഒരാളെ നായകനായും വില്ലനായും പ്രഖ്യാപിക്കാൻ കഴിയുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വേഗത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന കാര്യം വാർത്തയല്ല, അഭിപ്രായമാണ്. അതിലും വേഗത്തിൽ പ്രചരിക്കുന്നത് ലേബലുകളാണ്. ആരെങ്കിലും സർക്കാരിനെ വിമർശിച്ചാൽ ഒരു വിഭാഗം ആളെ ഒരു രാഷ്ട്രീയ ചേരിയിലേക്ക് തള്ളിവിടും. അതേ സമയം സർക്കാരിനെ പിന്തുണച്ചാൽ മറ്റൊരു വിഭാഗം മറ്റൊരു ലേബൽ ഒട്ടിക്കും. ഈ ലേബലുകളുടെ ഇടയിൽ യഥാർത്ഥ ചർച്ചകൾ പലപ്പോഴും നഷ്ടപ്പെടുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന രാഷ്ട്രീയ വിശേഷണങ്ങളിൽ ഒന്നാണ് സംഘി എന്നത്. ചിലപ്പോൾ അത് RSS ആശയങ്ങളോട് യോജിക്കുന്ന ഒരാളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കപ്പെടുന്നു. എന്നാൽ മറ്റു ചില സന്ദർഭങ്ങളിൽ ഒരു പ്രത്യേക വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയോ അനുകൂലിച്ച് സംസാരിക്കുന്ന ആരെയും ഈ ലേബലിൽ ഉൾപ്പെടുത്തുന്നതായി ചിലർ ആരോപിക്കുന്നു. മറുവശത്ത് മോദിയെയോ BJPയെയോ എതിർക്കുന്നവരെക്കുറിച്ച് മറ്റു ചില ലേബലുകളും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഈ പരസ്പര ലേബലിംഗ് രാഷ്ട്രീയ സംവാദത്തെ കൂടുതൽ ധ്രുവീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇന്ന് ഉയരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തിക്ക് ഒരു സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങളെ പിന്തുണയ്ക്കാം, അതേസമയം സർക്കാരിൻ്റെ മറ്റു ചില തീരുമാനങ്ങളെ എതിർക്കുകയും ചെയ്യാം. ഒരു രാഷ്ട്രീയ പാർട്ടിയോട് യോജിക്കാത്ത ഒരാൾക്കും അവരുടെ ഒരു നല്ല പദ്ധതിയെ പ്രശംസിക്കാൻ അവകാശമുണ്ട്. അതുപോലെ ഒരു പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ഒരാൾക്കും അവരുടെ തെറ്റുകളെ വിമർശിക്കാൻ അവകാശമുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിൽ ഈ സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ പലപ്പോഴും കാണാറില്ല. നീ ഞങ്ങളുടെ കൂടെയാണോ എതിർവശത്താണോ, നിന്റെ വാദം എന്താണ് എന്ന ചോദ്യം പിന്നിലായി. അതുകൊണ്ടാണ് ഒരാളുടെ മുഴുവൻ ചിന്തകളെ വിലയിരുത്താതെ ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വിധി പറയുന്ന പ്രവണത വർദ്ധിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ആഘാതം അനുഭവിക്കുന്നത് പൊതുജീവിതത്തിലുള്ള ആളുകളാണ്. സിനിമാ താരങ്ങൾ, യൂട്യൂബർമാർ, മാധ്യമപ്രവർത്തകർ, ഡോക്ടർമാർ, എഴുത്തുകാർ, സാമൂഹിക പ്രവർത്തകർ ആരായാലും ഒരു പൊതുവിഷയത്തിൽ അഭിപ്രായം പറഞ്ഞാൽ ഉടൻ തന്നെ വലിയ ചർച്ചകൾ ആരംഭിക്കും. ചിലപ്പോൾ അവരുടെ വാക്കുകൾ മുഴുവനായി കേൾക്കാതെ ചെറിയ ഭാഗങ്ങൾ മാത്രം വൈറലാകപ്പെടും. ആ ഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ വിമർശനങ്ങളും പിന്തുണകളും ഉയരും. സമീപകാലത്ത് ചില പ്രമുഖർ സോഷ്യൽ മീഡിയയിൽ വലിയ തിരിച്ചടികൾ നേരിട്ടതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ചിലർക്ക് ഫോളോവേഴ്സ് കുറഞ്ഞു, ചിലർക്ക് അവരുടെ പ്രസ്താവനകളെക്കുറിച്ച് വിശദീകരണം നൽകേണ്ടി വന്നു, ചിലർക്ക് ചില പരിപാടികൾ റദ്ദായി അവർ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവങ്ങൾ ശരിയോ തെറ്റോ എന്നതിലുപരി സോഷ്യൽ മീഡിയയുടെ സ്വാധീനം എത്രത്തോളം ശക്തമാണെന്നാണ് കാണിച്ചു തരുന്ന ഒരു ഉദാഹരണമാണ്. ഇവിടെ മറ്റൊരു ചോദ്യം ഉയരുന്നു. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ശബ്ദമുണ്ടാക്കുന്നവർ യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ ഭൂരിപക്ഷത്തെ പ്രതിനിധീകരിക്കുന്നുണ്ടോ, അതോ വളരെ സജീവമായ ഒരു ചെറിയ വിഭാഗമാണോ ട്രെൻഡുകൾ സൃഷ്ടിക്കുന്നത്? പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ഓൺലൈനിൽ വളരെ സജീവമായ ഒരു ന്യൂനപക്ഷത്തിന് പോലും വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നാണ്. അതുകൊണ്ട് തന്നെ ട്രെൻഡിങ് ഹാഷ്ടാഗുകൾ എല്ലായ്പ്പോഴും പൊതുസമൂഹത്തിൻ്റെ യഥാർത്ഥ അഭിപ്രായമാകണമെന്നില്ല. സോഷ്യൽ മീഡിയയുടെ മറ്റൊരു പ്രത്യേകത അതിൻ്റെ വേഗതയാണ്. ഒരു വാർത്ത പുറത്തു വന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് അത് എത്തും. എന്നാൽ അത് പിന്നീട് വാർത്തയിൽ തിരുത്തലുകൾ വന്നാലോ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നാലോ അതിന് ആദ്യത്തെ വാർത്തയ്ക്ക് ലഭിച്ച അത്ര പ്രചാരം കിട്ടാറില്ല. ഇതും തെറ്റിദ്ധാരണകൾ വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. രാഷ്ട്രീയത്തിൽ അഭിപ്രായ ഭിന്നത സ്വാഭാവികമാണ്. അത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ്. എന്നാൽ അഭിപ്രായ ഭിന്നത വ്യക്തിവൈരാഗ്യമായി മാറുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഒരാളുടെ വാദത്തെ എതിർക്കുന്നത് ഒരു കാര്യമാണ്, പക്ഷേ അയാളെ അധിക്ഷേപിക്കുകയോ കുടുംബത്തെ വരെ ആക്രമിക്കുകയോ തൊഴിൽ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് മറ്റൊരു കാര്യമാണ്. ജനാധിപത്യ സംവാദത്തിൻ്റെ ഭാഗമായി ഇതിനെ കാണാനാവില്ല. ഇന്ന് പല കണ്ടന്റ് ക്രിയേറ്റർമാരും ഒരു പ്രശ്നം തുറന്നു പറയുന്നുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങളിൽ സംസാരിക്കുമ്പോൾ ഏത് വാക്ക് ഉപയോഗിക്കണമെന്ന് പോലും പലതവണ ആലോചിക്കേണ്ട സാഹചര്യമാണെന്നാണ് അവർ പറയുന്നത്. കാരണം ഒരു വാചകത്തിലെ ഒരു ഭാഗം മാത്രം മുറിച്ചെടുത്ത് പ്രചരിപ്പിക്കപ്പെടുമോ എന്ന ആശങ്ക. ഇതിൽ യഥാർത്ഥത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നുണ്ടോ എന്നത് സമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതേസമയം വിമർശനത്തിനും വലിയ പ്രാധാന്യമുണ്ട്. ഒരു ജനാധിപത്യത്തിൽ സർക്കാരിനെയും പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും പൊതുപ്രവർത്തകരെയും ജനങ്ങൾ ചോദ്യം ചെയ്യണം. അതാണ് ആരോഗ്യപരമായ രാഷ്ട്രീയമെന്നാൽ വിമർശനവും വിദ്വേഷവും തമ്മിലുള്ള അതിർത്തി മറികടക്കുമ്പോൾ ചർച്ചകൾക്ക് പകരം ശത്രുതയാണ് വളരുന്നത്. ഇന്ന് നാം കാണുന്ന മറ്റൊരു പ്രവണത രാഷ്ട്രീയത്തെ പൂർണ്ണമായും രണ്ട് ചേരികളാക്കി വിഭജിക്കുന്നു. ഒരു വിഷയത്തിൽ മോദിയെ പിന്തുണച്ചാൽ എല്ലാ വിഷയങ്ങളിലും BJPക്കാരനായി മുദ്രകുത്തപ്പെടുന്നു. മറ്റൊരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ
വിമർശിച്ചാൽ ഉടൻ തന്നെ മറ്റൊരു രാഷ്ട്രീയ ചേരിയിലേക്ക് തള്ളപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ ചിന്ത ഇത്ര ലളിതമല്ല. പലർക്കും വ്യത്യസ്ത വിഷയങ്ങളിൽ വ്യത്യസ്ത നിലപാടുകളുണ്ട്. അതിനെ അംഗീകരിക്കാനുള്ള ക്ഷമയാണ് ഇന്ന് കുറയുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ സംസ്കാരം എപ്പോഴും ശക്തമായ വാദപ്രതിവാദങ്ങളുടേതായിരുന്നു. എന്നാൽ ആ ചർച്ചകളിൽ എതിരാളികളുടെ വാദം കേൾക്കാനുള്ള ഒരു സംസ്കാരവും ഉണ്ടായിരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലത്ത് അത് കുറയുന്നുണ്ടോ എന്നത് ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു സമൂഹത്തിൻ്റെ ശക്തി എല്ലാവരും ഒരേ അഭിപ്രായം പറയുന്നതിലല്ല, വ്യത്യസ്ത അഭിപ്രായങ്ങൾ സുരക്ഷിതമായി പ്രകടിപ്പിക്കാൻ കഴിയുന്നതിലാണ്. നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത അഭിപ്രായങ്ങൾക്കും സംസാരിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ ആ അഭിപ്രായങ്ങളെ ശക്തമായി വിമർശിക്കാനുള്ള അവകാശവും മറ്റുള്ളവർക്കുമുണ്ട്. എന്നാൽ അത് വ്യക്തിപരമായ വേട്ടയാടലായി മാറരുത്. സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡ് ഏതാനും ദിവസങ്ങൾ മാത്രം നിലനിൽക്കും. ഇന്ന് നായകനായവനെ നാളെ വില്ലനാക്കും. ഇന്ന് വിമർശിച്ചവനെ നാളെ പ്രശംസിക്കാനും അതേ സോഷ്യൽ മീഡിയയ്ക്ക് കഴിയും. അതുകൊണ്ട് തന്നെ താൽക്കാലിക ട്രെൻഡുകളുടെ അടിസ്ഥാനത്തിൽ ഒരാളുടെ മുഴുവൻ വ്യക്തിത്വത്തെയും വിലയിരുത്തുന്നത് അപകടകരമാണ്. ഇവിടെ മറ്റൊരു യാഥാർത്ഥ്യവും അംഗീകരിക്കപ്പെടണം. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും പിന്തുണയ്ക്കുന്നവരും വിമർശിക്കുന്നവരുമുണ്ട്. ഓരോ സമൂഹത്തിനുള്ളിലും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിലെ ചില ശബ്ദങ്ങൾ മുഴുവൻ സമൂഹത്തെയും പ്രതിനിധീകരിക്കുന്നു എന്ന് കരുതുന്നത് ശരിയല്ല. അതുപോലെ ഒരു വ്യക്തിയുടെ ഒരു പ്രസ്താവന മാത്രം കേട്ട് അയാളുടെ മുഴുവൻ ചിന്തകളെയും നിർവചിക്കുന്നതും ശരിയല്ല. അവസാനം നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമ്മൾ ഇന്ന് ആശയങ്ങളോടാണോ പോരാടുന്നത്, അതോ മനുഷ്യരോടാണോ? ഒരു ജനാധിപത്യ സമൂഹത്തിൽ വാദങ്ങൾ പരസ്പരം ഏറ്റുമുട്ടണം, തെളിവുകൾ സംസാരിക്കണം, യുക്തി ജയിക്കണം. എന്നാൽ ലേബലുകൾ മാത്രം ബാക്കിയാകുന്ന സാഹചര്യം വന്നാൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയായ സംവാദം തന്നെ നഷ്ടപ്പെടും. അതിനാൽ ഒരാളെ സംഘി, കമ്മി, കൊങ്ങി, ചുടാപ്പി എന്നിങ്ങനെ മുദ്ര കുത്തുന്നതിന് മുമ്പ് അയാൾ പറയുന്നത് മുഴുവൻ കേൾക്കാൻ ശ്രമിക്കാം. യോജിക്കേണ്ടതില്ല, പക്ഷേ കേൾക്കാം. കാരണം കേൾക്കാനുള്ള മനസ്സ് ഇല്ലാതാകുന്ന നിമിഷം മുതൽ സംവാദം അവസാനിക്കുന്നു. സംവാദം അവസാനിക്കുന്നിടത്ത് ജനാധിപത്യവും ദുർബലമാകാൻ തുടങ്ങും. ഇതൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കാനോ എതിർക്കാനോ വേണ്ടിയുള്ള വാദമല്ല. വ്യത്യസ്ത അഭിപ്രായങ്ങൾക്കിടയിലും പരസ്പര ബഹുമാനം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. കാരണം രാഷ്ട്രീയം മാറും, നേതാക്കൾ മാറും, ട്രെൻഡുകൾ മാറും. പക്ഷേ ഒരു സമൂഹത്തിൻ്റെ സംവാദ സംസ്കാരം തളർന്നാൽ അത് തിരികെ പണിയാൻ വർഷങ്ങൾ വേണ്ടിവരും. അതുകൊണ്ട് അഭിപ്രായം പറയാനുള്ള അവകാശവും എതിർക്കാനുള്ള അവകാശവും ഒരുപോലെ സംരക്ഷിക്കപ്പെടണം. അതാണ് ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ ശക്തി.